അറബി ഭാഷാ പഠനത്തിലെ 67ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ മസ്ദറു അൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅൽ. അന്നും അതോടൊപ്പം ക്രിയയും ചേർന്നുണ്ടാവുന്ന ക്രിയാനാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. ഖായിദ വായിക്കാം. അൻ ഹർഫുൻ മസ്ദരിയുൻ യുഅവ്വലു ഹുവ വൽ ഫിഅലുല്ലദീ ബഅദഹു ബി മസ്ദരിൻ. ആദ്യമായി മനസ്സിലാക്കുക, അൻ എന്നത് ഹർഫുൻ മസ്ദരിയുൻ, ക്രിയാനാമ ആശയമുള്ള ഒരു ഹർഫാണ്. യുഅവ്വലു ഹുവ വൽ ഫിഅലുല്ലദീ ബഅദഹു ബി മസ്ദരിൻ. ആ അന്നും അതിനു ശേഷം വരുന്ന ഫിഅലിനെ കൊണ്ടും മുഅവ്വലായ മസ്ദർ രൂപീകരിക്കുന്നു. അഥവാ അന്നും അതിനോട് ചേർന്ന് വരുന്ന ക്രിയയും ചേർത്ത് ഒരു മസ്ദർ ആക്കി മാറ്റാവുന്ന ക്രിയാനാമ ആശയമുള്ള ഹർഫാണ് അൻ. ഖദ് യകൂനു അൽ മസ്ദറു അൽ മുഅവ്വലു മിൻ അൻ വൽ ഫിഅല്. അന്നുകൊണ്ടും അതിനോട് ചേർന്ന് വരുന്ന ഫീല കൊണ്ടും രൂപീകരിക്കപ്പെടുന്ന മസ്ദർ മുഅവ്വൽ ആയിത്തീരും. അതിന് ചില അവസ്ഥകളുണ്ട്. ഫാഇലൻ, അത് ഫാഇലായി മാറാം. ഔ നായിബ ഫാഇലിൻ, അല്ലെങ്കിൽ നായിബ് ഫാഇലായി മാറാം. ഔ മുബ്തദഅൻ, അല്ലെങ്കിൽ മുബ്തദ ആയിട്ട് മാറാം. ഔ ഖബറൻ, അല്ലെങ്കിൽ ഖബറായി മാറാം. ഔ മഫ്ഊലൻ ബിഹി, അല്ലെങ്കിൽ മഫ്ഊൽ ബിഹി ആയി മാറാം. ഔ മജ്റൂറൻ ബി ഹർഫി ജർറിൻ, ജറിൻ്റെ ഒരു അക്ഷരം കൊണ്ട് മജ്റൂർ ആയ രൂപത്തിലും വരാവുന്നതാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അർത്ഥമാവിക്കാതെയാണ് ഈ അന്നും അതുകൂടെയുള്ള ഫിഅലിൻ്റെയും സ്ഥാനത്ത് അതിൻ്റെ ക്രിയാനാമം പ്രയോഗിച്ചാൽ അതിലെ ആശയം പരിപൂർണമായി തീരും. ഉദാഹരണങ്ങൾ വായിച്ചു നോക്കാം. യസുറുനി അൻ തസ്ദഖ, എന്നെ സന്തോഷപ്പെടുത്തുന്നു. അൻ തസ്ദഖ, നീ സത്യസന്ധത കാണിക്കുന്നത്. ഈ ഒരു ആശയമാണ് യസുറുനി സിദ്ഖുക, നിൻ്റെ സത്യസന്ധത എന്നെ സന്തോഷിപ്പിക്കുന്നു. അഥവാ അൻ തസ്ദഖ എന്ന അതേ ആശയത്തിലാണ് യസുറുനി സിദ്ഖുക. അതേ ആശയമാണ് സത്യസന്ധത കാണിക്കുക എന്നതാണ് ഈ ആദ്യത്തെ ഉദാഹരണത്തിലുള്ളത്. നമുക്ക് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. യസുറുനി അൻ തസ്ദഖ, ഇവിടെ അടിവരയിട്ട ഭാഗം ശ്രദ്ധിക്കുക. അൻ തസ്ദഖ എന്നതാണ് അന്നും അതിനോട് ചേർന്നുകൊണ്ട് വന്ന ഫിഅലും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അർത്ഥം ശ്രദ്ധിക്കുക. യസുറുനി, എന്നെ സന്തോഷിപ്പിക്കുന്നു. അൻ തസ്ദഖ, നീ സത്യസന്ധത കാണിക്കുക എന്നത്. അഥവാ ഇതേ ആശയമാണ് സത്യത്തിൽ അൻ തസ്ദഖ എന്ന സ്ഥലത്ത് സ്വതക്ക യസ്ദഖു എന്നതിൻ്റെ ക്രിയാനാമ രൂപമായ സിദ്ഖ് എന്ന് നാം പ്രയോഗിക്കുമ്പോൾ ആ ആശയം പരിപൂർണമാകുന്നുണ്ട്. അതാണ് യസുറുനി സിദ്ഖുക, നിൻ്റെ സത്യസന്ധത എന്നെ സന്തോഷിപ്പിക്കുന്നു. അഥവാ ഇവിടെ അൻ തസ്ദഖ എന്ന് വന്ന സ്ഥലത്ത്, അഥവാ അന്നും അതിനോട് ചേർന്ന് വന്ന ഫിഅലിൻ്റെയും സ്ഥലത്ത് ആ ക്രിയയുടെ മസ്ദർ നാം കൊണ്ടുവന്നാൽ ആശയം സമ്പൂർണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജുംലയിൽ, അഥവാ യസുറുനി അൻ തസ്ദഖ എന്നതിൽ അൻ തസ്ദഖ എന്നത് മസ്ദർ മുഅവ്വലാണ്. അത് ഫാഇലിൻ്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഉദാഹരണവും ഇതുപോലെയാണ്. യുഫ്രിഹുക അൻ തൻജഹ, യുഫ്രിഹുക, നിനക്ക് സന്തോഷമുണ്ടാക്കുന്നു. അൻ തൻജഹ, നീ വിജയിക്കുക എന്നത്. ഇവിടെ അൻ തൻജഹ എന്നതിന് പകരം നജാഹുക, നിൻ്റെ വിജയം നിന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന ആശയം നമുക്ക് വളരെ കൃത്യമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഫായിലായിട്ടാണ്
മസ്ദർ മുഅവ്വൽ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഉദാഹരണം ശ്രദ്ധിച്ചു നോക്കൂ. യുഖാഫു അൻ യൻകുസ അന്നീലു. യുഖാഫു ഭയപ്പെടുന്നുണ്ട്, അൻ യൻകുസ കുറവ് വരിക എന്നത്, അന്നീലു നൈൽ. അപ്പോൾ നൈൽ നദിയിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം തന്നെ കുറയുന്നു എന്നത് ആളുകൾ ഭയപ്പെടുന്ന കാര്യമാണ്. ഇവിടെ അൻ യൻകുസ എന്നതിന് പകരം നഖസ യൻകുസ, അതിൻ്റെ മസ്ദറായ നഖസ് നമ്മൾ കൊണ്ടുവന്നാൽ ആ ആശയം കൃത്യമാണ്. അതാണ് യുഹാഫു ഭയപ്പെടുന്നു, നഖസുൻ നീല് നൈലിന് കുറവ് വരിക എന്നത് ഭയപ്പെടുന്നതാണ്. ഇവിടെ നായിബ് ഫായിലായിട്ടാണ് അത് കടന്നു വരുന്നത്. നായിബ് ഫായിൽ എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നാലാമത്തെ ഉദാഹരണം പരിശോധിക്കൂ. യുഹബ്ബു അൻ തൻഷത. യുഹബ്ബു ഇഷ്ടപ്പെടുന്നതാണ്, അൻ തൻഷത നീ ആക്റ്റീവായി തീരുക എന്നത്, നീ കർമ്മോത്സുകനാവുക എന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ അൻ തൻഷത, നഷത യൻഷതു, അതിൻ്റെ മസ്ദറായ നഷാത്ത് എന്ന പദത്തെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആശയം സമ്പൂർണ്ണമാവുന്നുണ്ട്. അതാണ് യുഹബ്ബു നഷാത്തുക, നിൻ്റെ കർമ്മോത്സുകത ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെയും നായിബ് ഫായിലായി തന്നെയാണ് അന്നും അതിനോട് ചേർന്ന് വന്ന അടിവരയിട്ട പദങ്ങൾ കൊണ്ടുണ്ടായ മസ്ദർ മുഅവ്വൽ നായിബ് ഫായിലായിട്ടാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അഞ്ചാമത്തെ ഉദാഹരണം ശ്രദ്ധിച്ചു നോക്കൂ. അൻ തഫ്അല അൽ വാജിബ ഖൈറുൻ ലക. അൻ തഫ്അല, ഇവിടെ വാചകത്തിൻ്റെ ആരംഭത്തിലാണ് അവ വന്നിട്ടുള്ളത്. അൻ തഫ്അലൽ വാജിബ ഖൈറുൻ ലക, അനിവാര്യമായത് പ്രവർത്തിക്കൽ ഖൈറുൻ ലക നിനക്ക് ഗുണകരമാണ്. ഇവിടെ നോക്കൂ, ഫിഉലുക അൽ വാജിബ ഖൈറുൻ ലക. അപ്പോൾ അൻ തഫ്അല, നമുക്കറിയാം ഫഅല യഫ്അലു അതിലെ മസ്ദറാണ് ഫിഅല്. അപ്പോൾ അൻ തഫ്അല നീ പ്രവർത്തിക്കുക എന്നതിന് പകരം നിൻ്റെ പ്രവർത്തനം, അതാണ് അതേ ആശയമാണ് നമുക്ക് കാണാം. ഫിഉലുക അൽ വാജിബ ഖൈറുൻ ലക. അപ്പോൾ ഫിഉലുക നിൻ്റെ പ്രവർത്തനമെന്നത്, അനിവാര്യമായ പ്രവർത്തനമെന്നത് ഖൈറുൻ ലക നിനക്ക് ഗുണകരമാണ്. അപ്പോൾ ഇവിടെ അൻ തഫ്അല എന്ന സ്ഥലത്താണ് അന്നും അതിനുശേഷം വന്ന ഫീല് കൊണ്ട് മസ്ദർ മുഅവ്വൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ജുംലയുടെ തുടക്കത്തിലായതുകൊണ്ട് തന്നെ മുബ്തദ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആറാമത്തതും ഇതുപോലെയാണ്. അൻ തൻസ്വഹ അസ്സദീഖ അഫ്ളലു. അൻ തൻസ്വഹ നമുക്കെല്ലാവർക്കും പരിചിതമായ കലിമത്താണ്. നസഹ യൻസഹു നുസ്ഹ്, ഉപദേശിക്കുക. അപ്പോൾ നീ ഉപദേശിക്കുക, നിൻ്റെ കൂട്ടുകാരനെ ഉപദേശിക്കുക എന്നത് അഫ്ളൽ, വളരെ മേന്മയേറിയ കാര്യമാണ്. അവിടെ അൻ തൻസഹ എന്നതിന് പകരം നുസ്ഹുക എന്ന് നമ്മൾ അതിൻ്റെ മസ്ദർ രൂപം ഉപയോഗിച്ചാൽ ആശയം പരിപൂർണമാകുന്നുണ്ട്. ഒരേ ആശയമാണ് നമുക്ക് ലഭിക്കുന്നത്. നുസ്ഹുക അസ്വദീക, നിൻ്റെ കൂട്ടുകാരനെ നീ ഉപദേശിക്കുക എന്നത് അഫ്ളലുൻ, മേന്മ ഏറിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്നും അതിനുശേഷം വരുന്ന ക്രിയക്കും പകരമായി ആ ക്രിയയുടെ മസ്ദറായ രൂപം നമുക്ക് ആശയവ്യത്യാസമില്ലാതെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞാൽ അവിടെ ആ അന്നും അതിനുശേഷം ഉള്ള ഫിഅല് കൊണ്ട് മസ്ദർ മുഅവ്വൽ രൂപീകരിക്കപ്പെടുന്നു. അത് ആ വാചകത്തിലെ അന്നും ആ ക്രിയയുടെ സ്ഥാനമനുസരിച്ചാണ് അത് ഫായിലായിട്ടും അതുപോലെ നായിബ് ഫായിലായിട്ടും മുബ്തദ ആയിട്ടും ഒക്കെ കടന്നു വരും. ഉദാഹരണം നോക്കൂ. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കൂ. അൽ മുറൂഅത്തു അൻ തഹ്തരിമ നഫ്സക. അടിവരയിട്ട ഭാഗം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അൽ മുറൂഅത്തു, മനുഷ്യത്വം എന്ന് പറയുന്നത് അൻ തഹ്തരിമ നീ ആദരിക്കുക എന്നതാണ്. നഫ്സക നിൻ്റെ ശരീരത്തെ.
അപ്പോൾ നീ നിന്നെ തന്നെ ആദരിക്കുക എന്നതാണ് മനുഷ്യത്വം. ഇവിടെ അൻ തഹ്തരിമ എന്നതിന് പകരം ആ ക്രിയയുടെ മസ്ദറായ രൂപം യഹ്തറമ യഹ്തരിമു യഹ്തിറാമാണ് ഇവിടെ മസ്ദർ. അപ്പോൾ അൻ തഹ്തരിമ എന്നതിന് പകരം യഹ്തിറാമു എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആശയം പൂർണ്ണമാകുന്നുണ്ട്. അതാണ് അൽ മുറൂഅത്തു യഹ്തിറാമുക നഫ്സക. മനുഷ്യത്വം എന്നത് നീ നിന്നെ തന്നെ ആദരിക്കലാണ്. അപ്പോൾ ഇവിടെ ഖബറിൻ്റെ സ്ഥാനത്താണ് ആ അന്നും അതിനോട് ചേർന്ന് വന്ന ഫിഅലു കൊണ്ടും രൂപീകരിക്കപ്പെടുന്ന മസ്ദർ മുഅവ്വൽ കടന്നു വന്നിട്ടുള്ളത്. അടുത്ത ഉദാഹരണം അശ്ശുഹു അൻ തബ്ഖല ബിമാലി ഒയ്രിക്ക. അശ്ശുഹ് പിശുക്ക് എന്ന് പറഞ്ഞാൽ അൻ തബ്ഖല നീ പിശുക്ക് കാണിക്കലാണ് ബിമാലി ഒയ്രിക്ക നിൻ്റേതല്ലാത്ത മറ്റുള്ളവരുടെ സമ്പത്തിൽ നീ പിശുക്ക് കാണിക്കലാണ് യഥാർത്ഥ പിശുക്ക് എന്നാണ്. അവിടെ അൻ തബ്ഖല നീ പിശുക്ക് കാണിക്കുക എന്നതിന് പകരം ആ ഫിഅലിൻ്റെ മസ്ദർ ബഖ്ലുക എന്ന് നമ്മൾ കൊണ്ടുവന്നാൽ ആശയം പരിപൂർണമാകുന്നുണ്ട്. ആശയത്തിൽ മാറ്റങ്ങൾ വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ അന്നും അതിനോട് ചേർന്ന് വന്ന ഫിഅലും ഖബറിൻ്റെ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഒമ്പതാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കുക. ത്വലബ അത്തിൽമീദു അൻ യുജീബ. ത്വലബ തിൽമീദു വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു. അൻ യുജീബ അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ഉത്തരം നൽകുവാൻ. അപ്പോൾ അൻ യുജീബ നമുക്കറിയാം അജാബ യുജീബു ഇജാബത്ത് എന്നതാണ് ആ ക്രിയയുടെ മസ്ദർ. അപ്പോൾ ത്വലബ തിൽമീദു അൽ ഇജാബത്ത വിദ്യാർത്ഥി ഉത്തരത്തെ അന്വേഷിച്ചു. അപ്പോൾ അവിടെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് അത് കടന്നു വന്നിട്ടുള്ളത്. പത്താമത്തെ ഉദാഹരണം ഇതുപോലെ തന്നെയാണ്. അറാദ നാദിറു അൻ യഖ്തബിറനി. അറാദ ഉദ്ദേശിച്ചു, അൻ നാദിറു നദറ എന്ന് പറഞ്ഞാൽ വീക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ കാര്യം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി അൻ യഖ്തബിറനി എന്നെ പരിശോധിക്കുവാൻ. അപ്പോൾ എന്നെ പരിശോധിക്കുവാൻ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഉദ്ദേശിച്ചു എന്നാണ്. അപ്പോൾ ഇഖ്തബറ എന്ന ഫിഅല് അതിൻ്റെ മസ്ദർ ഇഖ്തിബാറാണ്. അപ്പോൾ അൻ യഖ്തബിറനി എന്നതിന് പകരം അൻ യഖ്തബിറനി എന്നതിന് പകരം ഇഖ്തിബാരി എന്ന് നാം അവിടെ ചേർക്കുകയാണെങ്കിൽ ആശയം പൂർത്തിയാകുന്നുണ്ട്. അവിടെ അന്നും അതിനോട് ചേർന്ന് വന്ന മുദാരിയായ ഫീലും കൊണ്ട് രൂപീകരിക്കപ്പെടുന്ന മസ്ദർ അത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. 11ാമത്തെ ഉദാഹരണം റഅയ്തു ഫി അൻ യുസാഫിറ. റഅയ്തു ഞാൻ ആഗ്രഹിച്ചു, അൻ യുസാഫിറ അവൻ യാത്ര പോകുവാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ സാഫർ യുസാഫിറു എന്നതിൻ്റെ മസ്ദറാണ് സഫർ. അപ്പോൾ അൻ യുസാഫിറ എന്നതിന് പകരം സഫരിഹി റഅയ്തു ഫി സഫരിഹി എന്നായാൽ ആ ആശയം മാറ്റമില്ലാത്ത രൂപത്തിൽ ഒരേ ആശയമാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ അത് ആ മസ്ദർ മുഅവ്വൽ വന്നിട്ടുള്ളത് ഫി എന്ന ഹർഫിന് ശേഷമാണ്, അഥവാ മജ്റൂറുൻ ബി ഹർഫ് ജറ് ആയിട്ടാണ് ആ മസ്ദർ മുഅവ്വൽ വന്നിട്ടുള്ളത്. അവസാനത്തെ ഉദാഹരണം ശ്രദ്ധിക്കുക. അജിബ്തു മിൻ അൻ തതകബ്ബറ. അജിബ്തു ഞാൻ അത്ഭുതപ്പെട്ടു, മിൻ അൻ തതകബ്ബറ നീ അഹങ്കരിക്കുന്നതിൽ നിന്നും. അപ്പോൾ തകബ്ബറ യതകബ്ബറു തകബ്ബുർ എന്നാണ് തകബ്ബറ എന്ന ഫഇലിൻ്റെ മസ്ദർ. അപ്പോൾ അവിടെ അൻ തതക എന്നതിന് പകരം തകബ്ബുറുക എന്ന് നമ്മൾ നൽകിയാൽ ആ ആശയം പൂർത്തിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും തൊട്ട് മുന്നത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ മിൻ എന്ന ഹർഫ് ജറിന് ശേഷം മജ്റൂറായിട്ടാണ് മിൻ തകബ്ബുരിക. അജിബ്തു മിൻ തകബ്ബുരിക എന്നാണ് ആ ജുംലയിൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അന്നിന് ശേഷം വരുന്ന ഫിഅല് അതിൻ്റെ സ്ഥലത്ത് ആ ഫിഅലിൻ്റെ
മസ്ദറിൻ്റെ രൂപം കൊണ്ടുവന്നാൽ ആശയം കൃത്യമാകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ അന്നും അതിനോട് ചേർന്ന് എന്ന ഫിഅലും മസ്ദർ മുഅവ്വലായിട്ടാണ് കടന്നു വന്നത് എന്ന് നമുക്ക് പറയാം. അത് ഒരു വാചകത്തിൽ അതിൻ്റെ സ്ഥാനമനുസരിച്ച് മുബ്തദ ആയിട്ടും ഖബറായിട്ടും ഫായിലായിട്ടും നായിബ് ഫായിലായിട്ടും മജ്റൂറുൻ ബി ഹർഫ് ജറായിട്ടുമൊക്കെ അത് കടന്നു വരാം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ ഒരു പാഠത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്.